ടി ജി പാറ്റകളുടെ കോലാഹലത്തിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി ഇൻസ്റ്റയിലേക്ക് വന്നു, വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങി. മില്യൺ, അതായത് റെക്കോർഡ് ആണ് പല വീഡിയോകളും, 435 മില്യണൊക്കെ. മറ്റേ അതെടുത്ത് കളഞ്ഞില്ലേ? മറ്റേ കളഞ്ഞില്ല, ഇല്ല. ആദ്യം കളഞ്ഞിട്ടത് ഇത് ചെയ്തു വന്നു, തിരിച്ചു ആദ്യം കളഞ്ഞു. ലോകപ്രശസ്തനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീഡിയോ പൂലുപോലെ സായപ്പെടുത്ത് കളഞ്ഞു. എന്നിട്ട് ടെക്നിക്കൽ ഗ്ലിച്ചാണ് അതിലെഴുതി കാണിച്ചത്. എന്താ? ബിക്കോസ് ഓഫ് എ കംപ്ലൈൻറ്റ് ദിസ് വീഡിയോ ഈസ് നോട്ട് അവൈലബിൾ ഇൻ യുവർ കൺട്രി. ഇതാണ് എഴുതി കാണിച്ചത്. നിങ്ങളുടെ രാജ്യത്ത്, മറ്റു രാജ്യത്ത് കാണാം, ഇത് ഗൾഫിലും യൂറോപ്പിലും ഒക്കെ വീഡിയോ കാണാം. എന്നിട്ട് സുക്കർബർഗ് ഇന്ത്യയിൽ മാത്രം ആ വീഡിയോ ഒരു കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത നമ്പർ, ഇറ്റ് വാസ് എ ടെക്നിക്കൽ ഗ്ലിച്ച്, വി ആർ സോറി, ദ വീഡിയോ ഈസ് റീഇൻസ്റ്റാൾഡ്. ഹൂ ഈസ് റൂളിങ് അവർ കൺട്രി? നമ്മുടെ പ്രധാനമന്ത്രി സുക്കർബർഗാണ് വായിച്ചത്, നരേന്ദ്രമോദി അല്ല. എനിക്കിത് പറയാൻ വലിയ സങ്കടമുണ്ട്. സുക്കർബർഗാണ് നമ്മളെ ഭരിക്കുന്നത്. വായിജത്തിൻ്റെ മൊബൈലിൽ വാട്സാപ്പിൽ ഒരു മെറ്റ AI കയറിയിരിപ്പില്ലേ? വായിജത്തിനോട് ചോദിച്ചോ, ചേട്ടാ ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന്? ഇതൊക്കെ വലിയ പ്രൈവസിയുള്ള സാധനമാണല്ലോ. അവരത് ചെയ്തു. നമ്മുടെ SMS ഒരു ജെമിനി കയറിയിരിപ്പില്ലേ? ആരോട് ചോദിച്ചിട്ടാ? എൻ്റെ SMS കയറിയിരിക്കാൻ ആര് പറഞ്ഞു? അതിനെ പുറത്ത് കളയാൻ പറ്റുമോ? ഇല്ല. ഹൂ ഈസ് ദ ബോസ്? എൻ്റെ SMS എൻ്റെ അല്ല, എൻ്റെ വാട്സാപ്പ് എൻ്റെ അല്ല. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. എൻക്രിപ്റ്റ് ചെയ്തവന് ഡീക്രിപ്റ്റ് ചെയ്യാനും അറിയാം, അവനത് ചെയ്യുന്നുമുണ്ട്. അമേരിക്കൻ കോടതിയിൽ വാട്സാപ്പ് വാദിച്ചു, അത് എൻക്രിപ്റ്റഡ് മെസ്സേജാണ്, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, നമ്പറൊന്നും ഇറക്കണ്ട, ഞങ്ങൾ പറഞ്ഞ ആ സാധനം, ആ കണ്ടൻറ്റ് പുറത്തെടുത്തതാണ്, അല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും. ചൂല് പോലെ വാട്സാപ്പ് എടുത്ത് കൊടുത്തു. FBI വേണ്ട സാധനം മുഴുവൻ വാട്സാപ്പിൽ നിന്ന് എടുത്ത് കൊടുത്തു. ഇതാണ് എൻക്രിപ്ഷൻ. ഏതായാലും അതുപോട്ടെ, വീഡിയോ പ്രധാനമന്ത്രിയുടെ തിരിച്ചു. അതിനുശേഷം പിന്നെ വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് സൗരവ് ദാസ് പറയുന്നു, ഞങ്ങൾ സുപ്രീം കോടതിയോട്ട് നെഗോഷിയേറ്റ് ചെയ്യുമെന്ന് സൗരവ് ദാസ് പറയുന്നു. ദീപ് കെ പല കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് ആ പോർട്ടൽ അവൻ താമസിക്കുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നറിയാമോ? 900 സ്ക്വയർ ഫീറ്റ്, അല്ല 900 സ്ക്വയർ മീറ്റർ. ഇതാണ് ആ ഏരിയ. 4 പേരുടെ പേരിൽ വാങ്ങിയ സ്ഥലം. അത് വാടകയ്ക്ക് കൊടുത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ വാടക മാത്രമേ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, 10 ലക്ഷം. സൗരവ് ദാസിൻ്റെ വരുമാനം എന്താ ആർക്കും അറിയില്ല. ശരി, കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നു. അതായാലും വായിച്ച് ചോദിച്ചു. അപ്പോൾ അത് സംഭവിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന പോലെയുള്ള ഒരു അവസാനമല്ല ഉണ്ടായത്. എല്ലാവരും വിചാരിച്ചത് ഇപ്പോൾ താമസിയാതെ നരേന്ദ്രമോദി താഴെ ഇറങ്ങും, RSൻ്റെ കാര്യം തീരുമാനമാവും, ഇന്ത്യയുടെ ഭരണം പാറ്റ ഭരിക്കും എന്നൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഒരു വിഷമത്തിലായി തുടങ്ങി. മാത്രമല്ല, മോദിയെ ചീത്ത വിളിച്ചവരെല്ലാം വീഡിയോ ഇട്ട് തുടങ്ങി. കരയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേസ് വരുമ്പോൾ പരിഭ്രമിച്ചു പോകുന്നതാണ്. എന്താ പെൺകുട്ടി വല്ലാതെ ചീത്ത പറഞ്ഞു, രുചിക സിംഗ്. അപ്പോൾ അതിന് അന്ന് തന്നെ ആൾക്കാർ അന്വേഷിച്ചു, ഏതാ ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചേർത്തല പൂരപ്പാട്ട് കേട്ടിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് കേട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ 4 വർഷം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അന്താരാഷ്ട്ര തെറികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പെങ്കൊച്ച് പറഞ്ഞപ്പോഴാണ് ഈ വയസ്സുകാലത്ത് എനിക്ക് കുറേ കൂടെ ഉണ്ട് തെറികൾ എന്ന് മനസ്സിലായത്. എൻ്റെ മകളുടെ മകളാകാൻ പ്രായമുള്ള കൊച്ച്, അന്തം വിട്ടുപോയി ഞാൻ. എനിവേ, ഇപ്പോൾ പ്രധാനമന്ത്രി മാപ്പ് കൊടുത്തു, കേസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രൈവറ്റ് കേസിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിനകത്ത് നടക്കുന്ന ഭോഷ്കിതാണ്. പ്രധാനമന്ത്രി മാപ്പ് കൊടുത്തു, പോലീസുകാർക്ക് എതിരെ കേസെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വന്നു. റിട്ടയർഡ് പോലീസുകാരുടെ ഓർഗനൈസേഷൻ, അതിൻ്റെ പ്രസിഡൻ്റ് ഒരു പത്രസമ്മേളനം നടത്തി. അയാൾ പറഞ്ഞു, ഞങ്ങൾ പ്രൈവറ്റ് കേസ് കൊടുക്കും, ആർക്കും ഞങ്ങളെ തടയാൻ പറ്റില്ല. റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ളൊരു നാട്ടിൽ സുപ്രീം കോടതി എന്ത് അധികാരം വെച്ചിട്ടാണ് സുപ്രീം കോടതി പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെ ജയിലിൽ നിന്ന് വിടണം?
ഇൻവെസ്റ്റിഗേഷൻ ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ വാദം നടക്കുകയായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടയോ എന്ന്. എങ്ങനെ ഒരു കോടതിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കഴിയുന്നത് എങ്ങനെയാണ്? കോടതിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കഴിയില്ല. ഇപ്പോൾ ഒരാളുടെ പേരിൽ പോലീസ് കേസ് ചാർജ് ചെയ്തെന്ന് വെച്ചോ, കോടതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇടപെടാൻ പറ്റില്ല. കോടതിക്ക് വേണമെങ്കിൽ FIR ക്വാഷ് ചെയ്യാം, അതോടെ ഇൻവെസ്റ്റിഗേഷൻ നിൽക്കും. അല്ലാതെ ഡോണ്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞൊരു ഓർഡർ ഇടാൻ പറ്റില്ല, പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ നിയമവാഴ്ച എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൂടാതെ സുപ്രീം കോടതി എത്രയോ കാലമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയോ മുനിസിപ്പൽ കോടതിയോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുത്തൻ്റെ മതിൽ ബുൾഡോസർ വെച്ച് ഡൽഹി മുനിസിപ്പാലിറ്റി പൊളിച്ചു. അയാൾ നേരെ സുപ്രീം കോടതി പോകുന്നു. കപിൽ സിബൽ വക്കീലാണ്. സുപ്രീം കോടതി സ്റ്റേ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് സത്യം പറഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ കോടതിയിലാണ് പോകേണ്ടത്. ഇഞ്ചക്ഷൻ വാങ്ങേണ്ടത് അവിടെ നിന്നാണ്. എന്താ സുപ്രീം കോടതിക്ക് അതിൽ കാര്യം? ഇപ്പോൾ ഈ സുപ്രീം കോടതി നടക്കുന്ന ബഹളം ഇത് ഡൽഹി ഹൈക്കോടതി നടന്നാൽ തന്നെ എനിക്ക് മനസ്സിലാക്കും. സുപ്രീം കോടതി ഷുഡ് നോട്ട്, നിങ്ങളൊരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആയിട്ട് മാറുകയാണോ ചീഫ് ജസ്റ്റിസ്? കേസ് അന്വേഷിക്കുക, അതിൽ 18 വയസ്സായോ നോക്കുക. ഇത് ഈസ് നൺ ഓഫ് യുവർ ജോബ്. എന്താ ഈ 18 വയസ്സിൻ്റെ മഹത്വം? മൈനറാണെങ്കിൽ ഒരാളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ചിട്ടാണ് അയാളെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയും, നമ്മുടെ ഇവിടെ കാക്കനാടുണ്ട്. അവിടെയാണ് ശിക്ഷിക്കപ്പെട്ടാൽ അവർ കൊണ്ടുപോകുന്നത്. ഇത് മാത്രമാണ് വ്യത്യാസം. അതർവൈസ് ഇറ്റ് ഈസ് ഓൾ സെയിം. മറ്റേ ജുവനൈൽ ജസ്റ്റിസ് കോർട്ടാണ്, ഇത് മെയിൻ കോർട്ടാണ്, മജിസ്ട്രേറ്റ്. അവിടെ വിചാരണ ചെയ്യാൻ 18 വയസ്സിന് താഴെയാണെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇറക്കി വിട്ടോ പോട്ടെ എന്ന് പറയാൻ പറ്റുമോ? ക്രിമിനൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? ക്രിമിനൽ ആക്ഷനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. സ്റ്റിൽ 7 വയസ്സിന് താഴെ 6 വയസ്സുള്ളൊരു കുട്ടി ഒരു വലിയ അമ്മിക്കല്ലെടുത്തിട്ട് സ്വന്തം അമ്മയുടെ തലയിലിടുന്നു. എന്നിട്ട് കോടതി പറയുന്നത് എനിക്ക് 6 വയസ്സേ ഉള്ളൂ. വെറുതെ വിടുന്നൊന്നുമില്ല, ഇവനെന്തോ കുഴപ്പമുണ്ട്, ഒരു കാര്യം ഇവന് കൗൺസിലിങ്ങിന് വിടുന്നു. സാധാരണഗതിയിൽ ചെയ്യാത്ത ഒരു കാര്യം, അസാധാരണമായ കാര്യം 7 വയസ്സിൽ താഴെ ചെയ്താൽ പോലും കോടതി വളരെ കോഷ്യസാണ്. പോലീസുകാർ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോകും. 6 വയസ്സാണെന്ന് പറഞ്ഞ് അത് വരട്ടെ, അത് കോടതിയിൽ ബോധിപ്പിച്ച് ഇറക്കിക്കൊണ്ട് പോരെന്ന് പറയും. കോടതി മിക്കവാറും കൗൺസിലിംഗ് നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും. ഈ സം പ്രോബ്ലം 6-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നിയമം. ഇതല്ല എന്നുള്ള മട്ടിൽ 18 വയസ്സിന് താഴെ എന്തും ചെയ്യാം. പോലീസിനെ ആക്രമിച്ചു, അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ കേസ് വേണ്ട. ഇന്ത്യൻ സുപ്രീം കോടതിയാണ് പറയുന്നത്. അതിനർത്ഥം 18 വയസ്സിന് താഴെയുള്ളൊരു ചെറുക്കന് ഒരു കോടാലി എടുത്തിട്ട് പോലീസുകാരൻ്റെ തല വെട്ടിപ്പൊളക്കാം. അത് ആദ്യത്തെ വെട്ടായതുകൊണ്ട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റിട്ടയർഡ് പോലീസുകാർ ചൂടായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പ്രൈവറ്റ് കേസ് കൊടുക്കുന്നു. ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ എന്നെ വെട്ടി കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, ഞങ്ങളെല്ലാവരെയും പൂട്ടിയിട്ട് ഇറങ്ങുള്ളൂ. ഞങ്ങൾക്കറിയാം എത്ര പേരുണ്ടെന്ന്. ഡൽഹി പോലീസിൻ്റെ രേഖയുണ്ട്. അതിനിടയ്ക്ക് ഡൽഹി പോലീസിലെ ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വീഡിയോ ഇട്ടു, നിങ്ങൾ ധൈര്യമായിട്ട് തല്ലടാൻ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന്. എന്ത് ചെയ്യും? കാരണം റൂൾ ഓഫ് ലോ സുപ്രീം കോടതി തന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ഈ വക്കീലന്മാരുടെയും ഈ സോഷ്യൽ മീഡിയ പ്രഷറുമൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും? ഇന്നാളിൻ്റെ പേരിൽ കേസെടുക്കുക, ഇന്നാളിൻ്റെ പേരിൽ വേണ്ട എന്നൊക്കെ സുപ്രീം കോടതി പറയുന്നിങ്ങനെ. ആ വ്യക്തികൾക്ക് വരാം. നിങ്ങളുടെ പേരിലൊരു FIR ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വാഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതി പോകാം. സാർ ഇതിനകത്ത് ഒന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിയമത്തിൽ അതിന് പ്രൊവിഷനുണ്ട്. പക്ഷേ സ്യൂമോട്ടോ FIR ക്യാൻസൽ ചെയ്യുക, FIR എടുക്കുക, ഇതൊന്നും സുപ്രീം കോടതി ചെയ്തുകൂടാത്തതാണ്. സുപ്രീം കോടതിക്ക് FIR എടുക്കാനുള്ള മാറ്ററാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി അത് കൺസേൺഡ് മജിസ്ട്രേറ്റിന് വി ഫീൽ ദാറ്റ് ദിസ് ഈസ് എ റൈപ്പ് കേസ് ഫോർ രജിസ്റ്ററിങ് ആൻ FIR എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ ഡിസ്ക്രിപ്ഷന് വിടും. അങ്ങനെയൊക്കെ ആയാലും സുപ്രീം കോടതി ഈ വേലിവിളി കേസൊന്നും ഒരിക്കലും എടുക്കാൻ പാടില്ല. അതുപോലെ ഈ പിന്നെ FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാൻ പറ്റില്ലല്ലോ, ക്വാഷ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതില്ല. ഈ FIR ഇടുക എന്ന് പറഞ്ഞാലേ നിയമത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, അതിനെ
FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് ആ കംപ്ലൈൻറ്റിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അവർ FIR ഇടും, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഒരു കോപ്പി അവർ ഓഫീസ് ഫയലിൽ വയ്ക്കും, ഒരു കോപ്പി മജിസ്ട്രേറ്റിന് കൊടുക്കും, ഒരു കോപ്പി അവരുടെ ഡെസിഗ്നേറ്റഡ് സീനിയർ, ചിലപ്പോൾ DYSP ആയിരിക്കും, ചിലപ്പോൾ SPO, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് അല്ലെങ്കിൽ കമ്മീഷണർ അങ്ങേർക്ക് കൊടുക്കും. ഇതാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഇവർ അന്വേഷിക്കുമ്പോൾ ഞാൻ തന്ന പരാതിയിൽ കഴമ്പൊന്നും കാണുന്നില്ല. വെറുതെ വായജത്തിനുള്ള കൊതിക്കറിവ് കൊണ്ട് എന്നെ തല്ലി കുത്തി മഹാദുഷ്ടനാണ് സാർ, MG റൂട്ടിലിട്ട് എന്നെ ചവിട്ടി സാർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത് പടമൊക്കെ ഇതാണ് പരാതി. അപ്പോൾ ഇവർ റെഫർ റിപ്പോർട്ട് കൊടുക്കും മജിസ്ട്രേറ്റിന്. അന്വേഷിച്ചതിലും ഈ മനുഷ്യൻ വെറുതെ അസൂയ കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പരാതി മാത്രമാണ്, ആ ഫോട്ടോയും വ്യാജമാണ്, അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് റെഫർ റിപ്പോർട്ട് കൊടുക്കും. മജിസ്ട്രേറ്റ് അത് റെഫർ റിപ്പോർട്ട്. അതാണ് ഈ റെഫർ ചെയ്ത് കളഞ്ഞു എന്ന് പറയാൻ ഇതാണ് കാരണം. കഴമ്പില്ലാത്ത കേസാണ്, കളയാം. അപ്പം അങ്ങനെയുള്ള FIRകൾ ഇവർക്ക് കളയാം. പക്ഷേ FIR വളരെ സീരിയസ് ആയിട്ട് ഇവരിട്ടതെന്ന് വെച്ചാൽ കൊലപാതകം, കൊള്ളിവയ്പ്പ്, തീവയ്പ്പ്, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പറയും ഇതെന്താണ് ഇത്, എന്നെ കളിപ്പിക്കുന്നോ? ഇന്നലെ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞിട്ട് FIR രജിസ്റ്റർ ചെയ്ത് ആളെ പിടിച്ച ആൾ ഇന്ന് പറയുകയാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടില്ല. അത് പ്രശ്നമാകാം. അതുകൊണ്ട് കേസ് ടു കേസ് ബേസിസ് നോക്കേണ്ടി വരും. FIR പിൻവലിക്കുക എന്നല്ല പറയുന്നത്, റെഫർ ചെയ്ത് കളയുക, അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. ഈ റെഫർ ചെയ്യാതെ ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ പ്രതിക്ക് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാം, FIR ക്വാഷ് ചെയ്യാൻ. അത് FIR ഇടുന്ന നിമിഷം മുതൽ ക്വാഷ് ചെയ്യാനുള്ള അവകാശവും പ്രതിക്ക് കിട്ടുന്നു. അങ്ങനെയാണ് ഈ ക്വാഷ് ചെയ്യാനായിട്ട് അത് ഹൈക്കോടതിയാണ് ചെയ്യുന്നത്. CRPC 482 ആയിരുന്നു പുതിയ BNSS നമ്പർ. എനിക്ക് BNSSമായിട്ട് ഞാൻ പരിചയിച്ച് വരുന്നേ ഉള്ളൂ, നമ്പർ ഉള്ള പ്രശ്നം. അങ്ങനെ ഹൈക്കോടതിയിൽ പോയിട്ട് ഫിറ്റ് കേസാണെങ്കിൽ അവർ ക്വാഷ് ചെയ്യും, FIR ക്വാഷ് ചെയ്യും. ക്വാഷ് ചെയ്യുന്നതോടെ അതിൻ്റെ കഥ കഴിയും. ഇതാണ് പ്രോസസ്സ്. ഈ രണ്ട് പ്രോസസ്സാണെങ്കിലും ഈ സുപ്രീം കോടതി പറയുന്ന പോലെ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല, അത്ര എളുപ്പം ചെയ്യാനും പാടില്ല. ഈവൻ FIR ക്വാഷ് ചെയ്യുന്നത് തന്നെ സുപ്രീം കോടതി തന്നെ ജഡ്ജ്മെൻറ്റുണ്ട്. ഈ സെക്ഷൻ 482 വളരെ സൂക്ഷിച്ച് വേണം ഹൈക്കോടതികൾ ആ അവകാശം ഉപയോഗിക്കാൻ. അല്ല വന്ന പാടെ ഇതിനകത്തൊന്നുമില്ല ക്വാഷ് ചെയ്യും, ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ക്വാഷ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പലതവണ എഴുതിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ ഇവരുടെ പേടിപ്പിക്കൽസ് കണ്ടിട്ട് അവർ നോക്കട്ടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കേസസ്. ഇതെന്താ മാസ് മർഡർ ഒന്നും നടന്ന കേസല്ലല്ലോ. ദെൻ വൈ ഷുഡ് സുപ്രീം കോടതി എടുത്ത വാക്കിനും പറയേണ്ടത് വൈ യു ഹാവ് കം ഹിയർ വെൻ ദർ ആർ ഇനഫ് ലോവർ കോർട്ട്സ് ആൻഡ് ഡൽഹി ഹൈക്കോർട്ട്, വൈ ആർ യു അപ്രോച്ചിങ് മീ? ഈ ഓൾട്ടർനേറ്റ് റെമഡി എക്സോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏർപ്പാടുണ്ട്. നിങ്ങൾ മറ്റ് റെമഡി ഉണ്ട്, നിങ്ങൾക്ക് വേറെ കോടതികളുണ്ട്, അവിടെ പൊക്കോ. എന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നില്ലെങ്കിൽ യു കം വിത്ത് ആൻ അപ്പീൽ, നോട്ട് ലൈക്ക് ദിസ്. സുപ്രീം കോടതിയിൽ നേരിട്ട് നമുക്ക് പോകാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒക്കെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും തടയപ്പെട്ടിട്ടില്ല ആരുടെയും. പോലീസിനെ തല്ലി പോലീസ് തല്ലി, ഇതാണല്ലോ. കേസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സംഭവമാണ്. പോലീസ് ഇവരെ തല്ലി, ഇവർ പോലീസിനെ തല്ലി, ഇതാണ് സംഭവം. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ പെല്ലറ്റ് ഗൺ യൂസ് ചെയ്ത്, നോട്ട് എ ബിഗ് തിങ്. മാരകമായ മുറിവുണ്ടായോ ആർക്കെങ്കിലും? പെല്ലറ്റ് ഗൺ കാശ്മീരിൽ മാത്രമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ പോലീസിനോ RAFനോ പെല്ലറ്റ് ഗൺ ഇഷ്യൂ ചെയ്തിട്ടില്ല. ആളുകളുടെ ധാരണ ഈ ഗണ്ണൊക്കെ പോലീസിന് തോന്നിയ മാസം ഉപയോഗിക്കാമെന്നാണ്. അങ്ങനെയല്ല. ഇപ്പോൾ വാഴോട്ടുകോണം സുഗതനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആകാശത്തേക്ക് വെടിവെച്ചില്ലേ, ആ പോലീസുകാരൻ GD എൻട്രി എന്ന് പറയും. അയാൾക്ക് തന്ന തോക്ക്, അതിൻ്റെ നമ്പർ, വെടിയുണ്ട എത്ര, ആകാശത്തേക്ക് വെടിവെച്ചത് എവിടെ, അത് വീണത് തിരിച്ച് പെറുക്കിയെടുത്തോ, അതിൻ്റെ കാർട്രിഡ്ജ് എവിടെ, ഇതെല്ലാം GD എൻട്രിയിൽ വരണം. വന്നില്ലെങ്കിൽ അയാളുടെ സർവീസിനെ ബാധിക്കും.
ഇത് വന്നോ എന്ന് ചോദിച്ച ഒരാൾ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഈ ആകാശത്തേക്ക് വെടിവെച്ച പോലീസുകാരൻ കുഴയാൻ തുടങ്ങും. നെറ്റി വേർക്കും അയാളുടെ മെല്ലെ. കാരണം കണക്കുണ്ടാവില്ല വെടിയുണ്ടയ്ക്ക്. എത്ര തവണ വെടിവെച്ചു എന്ന് അയാൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. അയാൾ വിരട്ടാനായിട്ട് പേടിപ്പിക്കാനായിട്ട് ചെയ്യുന്നതാണല്ല. പറ്റില്ല. നിയമം അനുസരിച്ച് അയാൾ വെടിയുണ്ടയുടെ എണ്ണം കൊടുക്കണം. 7 എണ്ണം എനിക്ക് തന്നിരുന്നു. 2 എണ്ണം ആകാശത്തേക്ക് വെടിവെച്ചു. 5 എണ്ണം ബാക്കിയിരിക്കുന്നു. ആകാശത്തേക്ക് വെടിവെച്ചതിൻ്റെ കാർട്രിഡ്ജ് താഴെ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ട്. കാർട്രിഡ്ജ് ആയിരിക്കുന്നു. ഹി ഹാസ് ടു ഗിവ് ദാറ്റ്. ആൻഡ് പീപ്പിൾ ഡോണ്ട് നോ ദ ലോ. സോ പോലീസ് ഈസ് ഗെറ്റിംഗ് അവേ വിത്ത് വാട്ട് എവർ ദേ വാണ്ട്. അതും ഒരു നല്ല കാര്യമല്ല. അതേസമയം പോലീസിനെ പേപ്പട്ടിയെ പോലെ തല്ലാമെന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിയമവാഴ്ച ഉണ്ടാവുക. പോലീസുകാർക്ക് അവരുടേതായ ടെൻഷനുണ്ട്. എന്തൊരു ടെൻഷൻ ഡൽഹി പോലീസ് അനുഭവിച്ചു കാണും. ഈ പട്ടിയെ പോലെ തല്ലുകൊള്ളുകയും പിന്നെയും ക്ഷമിച്ചും സഹിച്ചിട്ട് ഇവരുടെ ഈ പ്രകോപിപ്പിക്കുന്ന പല വീഡിയോയും കണ്ടിട്ടില്ലേ? പോലീസുകാരുടെ മുമ്പിൽ പോയിട്ട് ഇന്ന് എന്താ സാർ പണിയൊന്നും ഇല്ലേ? ഒരു പണിയുണ്ടാക്കി തരട്ടെ ഞാൻ. ഒരുത്തൻ ചോദിക്കുകയാണ്, ഞാനിവിടെ ഒരു പെണ്ണിനെ കയറി പിടിക്കട്ടെ. അതിൻ്റെ എൻ്റെ ഉണ്ട് ആ വീഡിയോ. ഇതൊക്കെ എന്നിട്ട് ഇവരൊന്നും പ്രകോപിതരാകരുത്. ശരി, എത്ര നേരം എന്തെല്ലാം കേട്ട് പ്രകോപിതരാകാതെ. ഒരു പെങ്കൊച്ച് വന്നിട്ട് പറയാം, യൂണിഫോം അഴിച്ച് വെച്ചിട്ട് പെൺവേഷത്തിൽ വാടകി. നാണം കെട്ടവനൊക്കെ. വേലക്കാരൻ്റെ വേഷം കെട്ടിയിട്ട് വാ, നിനക്കൊക്കെ അത്രേ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് അപമാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേസുമില്ല കുന്തവുമില്ല, എല്ലാവരും പോട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥ നിയമവാഴ്ചയ്ക്ക് നല്ലതല്ല. എന്ത് പേര് പറഞ്ഞാണെങ്കിലും നിയമവാഴ്ചയിൽ ഡൈല്യൂട്ട് ചെയ്യുന്നത് വലിയ ദോഷം ചെയ്യും. ചെയ്യാൻ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു, ഇത് മുന്നോട്ട് പോയി, എല്ലാവരും സാർ കേസ് പിൻവലിക്കണം സാർ എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ വി ആർ സോറി എന്ന് പറയുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പം മാസ് FIR ആണ്. 5000 FIR, 1000 FIR ഒക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് വിൽ സി എന്ന് പറഞ്ഞിട്ട് ബൾക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഡിസിഷനായിട്ട് ആദ്യം മജിസ്ട്രേറ്റിനെ അയച്ചു കൊടുക്കണം. മജിസ്ട്രേറ്റ് അതിലൊരു ഉടക്കിട്ടിട്ട് തിരിച്ചയക്കും. കേസൊന്നും പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ മെല്ലെ പോയിട്ട് പിൻവലിക്കും. കൂടംകുളം ബഹളം നടക്കുന്നുണ്ടല്ലോ. 6000 രാജ്യദ്രോഹ കേസുകളാണ് ജയലളിത എടുത്തത്. രാജ്യദ്രോഹ കേസ് 6000 എണ്ണം FIR. ഷീ ഡിഡ്ന്റ് വിത്ഡ്രൂ ദാറ്റ്. ആരും ആവശ്യപ്പെട്ടില്ല. ജയലളിതയോട് ആരും ആവശ്യപ്പെടുകയില്ല. 2 പേരോട് ഇതുപോലത്തെ നോൺസെൻസ് നടക്കില്ല. ഒന്ന് ബാൽ താക്കറെ, ഒന്ന് ജയലളിത. വേറെ ഒരു രാഷ്ട്രീയക്കാരനും ഇൻക്ലൂഡിങ് നരേന്ദ്രമോദി നല്ല ധൈര്യമില്ല. ഇവരുടെ അടുത്ത് ആരും പോവില്ല. ചേച്ചി എൻ്റെ കേസൊന്ന് പിൻവലിക്കും. അടുക്കില്ല. പോയസ് ഗാർഡിൻ്റെ അടുത്തൂടെ പോകാൻ പേടിയാണ്. സേനാഭവൻ്റെ അടുത്തൂടെ പേടിയാണ് പോകാൻ. രണ്ട് വ്യക്തികൾ, ഒരാൾ ഭരണത്തിലിരുന്ന ആളും മറ്റടുത്ത് ഭരണമില്ലാതെ തന്നെ ഭരണത്തെ നിയന്ത്രിച്ച ആൾ. ഇവരത് ചെയ്തിരുന്നു. അപ്പോൾ ജയലളിത അങ്ങനെ ഇത് കൂടാതെ ഒരുപാട് കേസുകൾ അവർ കൂടംകുളത്തിൽ എടുത്തു ആ സമരത്തിൽ. ബട്ട് രാജ്യദ്രോഹ കേസുകളുടെ എണ്ണം മാത്രമാണ് ഞാനീ പറഞ്ഞ 6000 എണ്ണം. 6000 ഇൻഡിവിജ്വൽ FIR. അതിൽ വെറും പാട്ട് പാടിയവൻ വരെ ഉണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു ഉടുക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ട്, അയാളവിടുത്തെ ഒരു നാടൻ പാട്ടുകാരനാണ്. അയാൾ ഈ പ്രോജക്റ്റിനെതിരെയോ മറ്റോ ഒരു പാട്ടുണ്ടാക്കിയിട്ട് ഇത് കൊട്ടിപ്പാടി. പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല സംഗീതം. കൊണ്ടുപോയി രാജ്യദ്രോഹ കുറ്റത്തിന്. അന്ന് വലിയ ബഹളം തമിഴ്നാട്ടിലാണ്. ഇത് എന്ത് പരിപാടിയാണ്? ആ പാവത്തെ അയാൾ തെരുവിൽ പാടിയാണ് അയാളുടെ വരുമാനം. അയാളൊരു പ്രത്യേകത, ഇത്ര വലിയ അട്രാക്റ്റീവ് പാട്ടുകാരനായതുകൊണ്ടും അയാൾ ഓഡിറ്റോറിയത്തിലോ വലിയ ഇതിലോ പോവില്ല. എനിക്ക് ഈ കാശ് മതി. ഇവിടെ ഞാൻ പാടിക്കഴിഞ്ഞാൽ 10-200 പേര് ഇവിടെ കൂടുന്നുണ്ട്. ട്രാഫിക് ജാം ഉണ്ടാകുന്നു ഞാൻ പാടുമ്പോൾ, ഞാൻ കൊട്ടുമ്പോൾ. ഇഷ്ടംപോലെ കാശ് ജനനിക്കുക, അത് മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവധൂതൻ. അയാളിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാളെ പോയി ജയിലിൽ. യു ഹാവ് ടു ഹാവ് എ സ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ സോഫ്റ്റ് സ്റ്റേറ്റായിട്ട് ആരെങ്കിലും പേടിപ്പിച്ചാൽ ഉടനെ പേടിക്കുക, പുറകോട്ട് മാറുക. പുറകോട്ട് മാറുന്നത് പുലി പതുങ്ങുന്നതാണെന്ന് അവകാശപ്പെടുക. നോ, സേ ദാറ്റ് യു ഫെയിൽ. ഫെയിൽ, വാട്ട് ഈസ് ദർ? അതിന് കുഴപ്പമൊന്നുമില്ല. ഫെയിലാവുന്നതിന് കുഴപ്പമില്ല. ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാതെ ഉരുണ്ട് കളിക്കുമ്പോഴാണ് ആൾക്കാർ ഇതെന്താണെന്ന് വിചാരിക്കുന്നത്.
certain things you will fail. Every government is supposed to fail at some point of time. നമ്മൾ ശത്രുരാജ്യത്തോട് തോൽക്കുന്നു എന്നുള്ള മട്ടിൽ ഇതിനെ കാണരുത്. സമരക്കാരുടെ മുമ്പിൽ സർക്കാർ കീഴടങ്ങി. കീഴടങ്ങുമ്പോൾ സമരക്കാർ ഈ നാട്ടുകാരല്ലേ, അവരുടെ ആവശ്യം നിറവേറി. അതാണല്ലോ ഈ കീഴടങ്ങൽ എന്നൊക്കെ പറയുന്നത്. കീഴൊന്നും അടങ്ങിയിട്ടില്ല, അവരുടെ ആവശ്യങ്ങൾ ശരി, മന്ത്രി രാജിവെക്കുന്നത് ശരിയായിരുന്നു. അതൊന്നും വലിയ കാര്യമായിട്ട് വലിയൊരു ഈവൻ്റായിട്ട് എടുക്കരുത്. ബിക്കോസ് നമ്മളെപ്പോലെ സാധാരണക്കാരനല്ല പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഒരുപാട് ഇൻപുട്സ് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോഴൊക്കെ വെച്ച കാല് പുറകോട്ടെടുക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്നുള്ള സ്ഥിതി വരെ വെച്ച കാല് പുറകോട്ടെടുക്കും. ഇനി എന്തായിരിക്കും? ഇപ്പോൾ ഓരോ ദിവസവും വാണിംഗ് ആണ്. മോദി, മിസ്റ്റർ മോഡി നിങ്ങളത് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യും, ഇല്ലെങ്കിൽ മൊത്തം നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. 180 യൂട്യൂബർമാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ആരോ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു, യൂട്യൂബ് വീഡിയോയുടെ മാറ്റർ കൊടുത്തുകൊണ്ടിരുന്നു, എപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് സമയവും കൊടുത്തിരുന്നു. ആ സമയത്തൊക്കെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മില്യൺസ് വ്യൂ ചെയ്തിട്ടുണ്ട്. അതിലിവർ പാറ്റ പാർട്ടിക്ക് അനുകൂലമായ പരസ്യം കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, അവരുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. അവർ ഈ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്ത് ഇത്രയും 180 യൂട്യൂബേഴ്സിനെ അവരല്ല ചെയ്തിരിക്കുന്നത്, വേറെ പലരുമാണ്. അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അന്വേഷിക്കുന്നു. അഭിജിത്ത് ദീപ്കയുടെ സോഴ്സ് എന്താണ്? അഭിജിത്ത് ദീപ്കയുടെ അച്ഛൻ MIDC, മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിലെ ജൂനിയർ എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അങ്ങേരുടെ ലാസ്റ്റ് ഡ്രോൺ സാലറി 65,000 രൂപയായിരുന്നു. ഈ 65,000 രൂപ വരുമാനത്തിൽ അങ്ങേർക്ക് തൻ്റെ മകനെ ബോസ്റ്റണിൽ അയച്ച് പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു വർഷം ആക്ഷേപമില്ലാതെ മിനിമം 1 കോടി രൂപ ചിലവാണ് ബോസ്റ്റണിൽ പോയി ഇവൻ പഠിച്ച് കോഴ്സ് പഠിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പൈസ? പുള്ളി സോഴ്സ് പറഞ്ഞാൽ മതി. പുള്ളി ലോണൊന്നും എടുത്തതായിട്ട് കാണുന്നില്ല, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷണൽ ലോൺ എടുത്തതായിട്ട് കാണുന്നില്ല. ശരി, ബന്ധുമിത്രാദികളിൽ നിന്ന് വാങ്ങിയപ്പോൾ ഓക്കെ, അത് വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കാണിച്ചാൽ മതി. ദീപ്കെ വലിയ ഡീപ്പ് കുരുക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. ഹൂ ഹാസ് ഫൈനാൻസ്ഡ് ഹിം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന ജോലിയാണിപ്പോൾ CBI ആൻഡ് NIA. ഇയാളുടെ വീട് തന്നെ, ദീപ്കയുടെ വീട് ഐ തിങ്ക് ഇൻ പൂന, വലിയ വീടാണ്. വലിയ വീട് വെച്ചുകൂടെ? വയ്ക്കാം. ദളിത്, അതാണല്ലോ ദീപ്കയുടെ ഒരു നമ്പർ. ദളിത്തിന് വലിയ വീട് വെച്ചുകൂടെ? വയ്ക്കാപ്പാ. ഈ 65,000 രൂപ വരുമാനക്കാരൻ ഇത്ര വലിയ വീട് വെച്ചത് എങ്ങനെ? ഇതാണ് ചോദ്യം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അത് ഇത്. ഫൈൻ, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, മകനെ പഠിപ്പിക്കാനുള്ള കാശ്. എൻ്റെ മകൻ രാഷ്ട്രീയത്തിലില്ല, അവൻ പാർട്ടി ഉണ്ടാക്കാനും പോകുന്നില്ല. വേണ്ട, പാർട്ടി ഉണ്ടാക്കുകയോ ഉണ്ടാകാതിരിക്കും, പഠിപ്പിക്കാനുള്ള കാശ് ആര് തന്നു? സ്കോളർഷിപ്പും ഇല്ല. ഇവനത്ര ബ്രില്യൻ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ചിലർക്ക് ഫുൾ സ്കോളർഷിപ്പൊക്കെ പലരും സ്പോൺസർ ചെയ്യും. അവൻ്റെ കംപ്ലീറ്റ് ചിലവ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനികളുടെ CRS ഫണ്ട്, അതും കാണുന്നില്ല. പിന്നെ എങ്ങനെ ഈ കാശ് വന്നു? അതൊന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, വേറെ ഒന്നുമില്ല. ഇത് ഒരു അമിത് തിവാരി, അയാൾ സൂറത്തിലാണ് ഗുജറാത്തിൽ. ബട്ട് അയാൾ മഹാരാഷ്ട്രയിലാണ് അയാളുടെ ആക്ടിവിറ്റി മുഴുവൻ, RTI ആക്ടിവിറ്റി. അയാൾ RTI ഫയൽ ചെയ്ത് 400 കോടി രൂപ മഹാരാഷ്ട്ര സർക്കാരിന് ഉണ്ടാക്കി കൊടുത്തു. അഴിമതി അത് ഇതൊക്കെ പിടിച്ചിട്ട് സർക്കാർ റിയാക്ട് ചെയ്ത് 400 crores അയാൾ കാരണം മഹാരാഷ്ട്ര സർക്കാരിന് ഇത് കിട്ടി. ഇപ്പം നാട്ടുകാർ മഹാരാഷ്ട്ര സർക്കാരിന് കത്തയച്ചു, 400 കോടി പിടിച്ചതല്ലേ, ഒരു 4 കോടിയെങ്കിലും ആ അമിത് തിവാരിക്ക് കൊടുക്കണം. കൊടുത്തിട്ടില്ല ഇതുവരെ, ബട്ട് അത്രയ്ക്ക് പോപ്പുലറാണ് അയാൾ. സൂറത്തിൽ താമസിക്കുന്നത്, പക്ഷേ ആക്ടിവിറ്റി മുഴുവൻ മഹാരാഷ്ട്രയിലാണ്. അയാൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പിന്നെ മറ്റ് അതോറിറ്റികൾക്കൊക്കെ പരാതി കൊടുത്തിട്ടിരിക്കുകയാണ്. ഇയാൾ സംശയാസ്പദമായ ഫൈനാൻഷ്യൽ ഫ്ലോയുള്ള ഫാമിലിയാണ് ഈ ദീപ്കെ ഫാമിലി. സോ ദാറ്റ് ഈസ് ടു ബി എൻക്വയർഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഇപ്പോൾ അതായത് 180 യൂട്യൂബർമാർ, ഇവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇതൊരു സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെൽ പ്ലാൻ ആയിരുന്നു.
അവരുടെ ഉദ്ദേശം ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞെങ്കിലും അതിനുശേഷം നെക്സ്റ്റ് അവർ ആവശ്യപ്പെടാനിരുന്നത് മോദിയുടെ രാജിയാണ്. ആ രീതിയിലാണ് അവർ ബിൽഡപ്പ് കൊണ്ടുവന്നത്. ബട്ട് സംഭവം ഇടയ്ക്ക് വെച്ചത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ഇവർ ഈ മൈക്കിലൂടെ തന്നെ പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അത് എങ്ങനെ അവരെ കൊണ്ട് പറയിച്ചു എന്നുള്ളത് അറിയില്ല. വാസ്തവത്തിൽ ജെ പി നഡ്ഡയാണ് അത് നെഗോഷിയേറ്റ്. ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും. ജിതേന്ദ്രൻ സംസാരിച്ചൊക്കെ ഉറപ്പിച്ചപ്പോൾ ജെ പി നഡ്ഡ പറഞ്ഞു, ഒരു കാര്യം, പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പത്രക്കാരെ വിളിച്ച് അവരോട് സംസാരിക്കും. അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ജന്തർ മന്ദിറിൽ നിന്ന് എല്ലാ സമരക്കാരും പിരിഞ്ഞു പോകാൻ നിങ്ങൾ ആവശ്യപ്പെടണം. ഈ കണ്ടീഷൻസ് സർക്കാർ അംഗീകരിച്ചു, അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടണം. ആവശ്യപ്പെടുമോ? പെടും. എന്താവശ്യപ്പെടും ഒന്ന് പറഞ്ഞേ. എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് ആവശ്യം. അത് പറ. ജിതേന്ദ്ര സിംഗും ജെ പി നഡ്ഡയും അകത്തിരിക്കുന്നു. പിള്ളേർ പുറത്ത് വന്നിട്ട് മൈക്കിലൂടെ ഇത് തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞില്ലെങ്കിൽ അകത്ത് ഇവർ ഒപ്പിട്ട കടലാസ് കീറിക്കളയും. പിള്ളേരുടെ കടലാസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ജെ പി നഡ്ഡ പറഞ്ഞു, അനാവശ്യമായ നമ്പറിനൊന്നും പോകരുത്, ഇവിടെ വെച്ച് നമുക്കിത് തീർക്കാം, അല്ലെങ്കിൽ ഇതിലും ടഫായിട്ട് ഞങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ മോനെ. ഇല്ല ചേട്ടാ, അതൊക്കെ ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ദിസ് ഈസ് ഹൗ അത് പ്രോഗ്രാം അങ്ങ് ഫിസിൽ ഔട്ട് ചെയ്ത് പോയി അവരുടെ. പക്ഷെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ്. എവിടെ തുടങ്ങും, എവിടെ ഇനിയിപ്പോൾ പഴയതുപോലെ അങ്ങനൊരു മൂവ്മെൻറ്റ് അത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ എളുപ്പമല്ല. മാത്രമല്ല സോനം വാങ്ചുക്കിൻ്റെ ആ ഒരു നിരാഹാരം എന്തായാലും അവർക്ക് അതൊരു ഗുണം ചെയ്തു. ആ ഒരു സമയത്തുള്ള ഒരു സെൻറ്റി ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഇനിയിപ്പോൾ അതേപോലെ വീണ്ടും ഒരു ഇത്രയും തന്നെ വീണ്ടും കൊണ്ടുവരിക, ഇത്രയും സംവിധാനം കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നുന്നു അവിടെ എവിടെയും. സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ അവരുടെ സംഘപരിവാർ മനസ്സ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിന് ആണോന്ന് എനിക്കറിയില്ല. ആ സ്ത്രീ പറഞ്ഞു, ഇതൊക്കെ നോൺസെൻസാണ്, നമ്മളെ രാജ്യമല്ലേ വലുത്, എന്ത് പറ്റിയെന്നാണ്. പരീക്ഷ ചോദ്യപേപ്പർ ലീക്കായി കഴിഞ്ഞാൽ വേറെ പരീക്ഷ നടത്താം, അല്ലാതെ എന്ത് ചെയ്യും? വേറെ റെമഡി എന്താ? ഒരു പരീക്ഷയുടെ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ നടത്തുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. വെറുതെ വെള്ളം കൂട്ടിയിട്ട് എന്താ കാര്യം? ഇവരും നോക്കുന്ന ഇപ്പം പരീക്ഷാ പേപ്പർ ലീക്കായപ്പോൾ സമരമില്ല. രണ്ടാമത്തെ പരീക്ഷ വന്നപ്പോൾ സമരമില്ല. ആ പരീക്ഷയുടെ റിസൾട്ട് റെക്കോർഡ് ടൈമിൽ 25 ദിവസത്തിന് അതിൻ്റെ റിസൾട്ട് വന്നു, ഒരു സമരവും ഇല്ല. അത് കഴിഞ്ഞ് കൗൺസിലിംഗ് നടക്കുമ്പോഴാണ് സമരം തുടങ്ങുന്നത്. എന്താ ഇതിൻ്റെ ലോജിക്ക്? അപ്പോൾ അതൊരു ഓർഗാനിക് സമരമൊന്നും ആയിരുന്നില്ല. അത് കാൽക്കുലേറ്റഡ് കൺസേർട്ടഡ് എഫർട്ടായിരുന്നു ടു അപ്രൂവ് മോദി ഗവൺമെൻറ്.